ശ്രീധുവിന്റെ ആത്മപരിശോധന എന്താണ്? ബിഗ് ബോസിൽ സ്വന്തമായിട്ട് ബിഗ് ബോസ് ജേർണിയിൽ ശ്രീധു എന്താ ചെയ്തിട്ടുള്ളത്? ശ്രീജുൻ കോംബോ അവരങ്ങനെ അരമണിക്കൂർ 1 മണിക്കൂറോളം സംസാരിക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട്. പക്ഷെ എന്താണ് അവർ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? ഫാൻസിന്റെ കാര്യമല്ല ചോദിച്ചത്. സോ ഫാൻസ് അവിടെ മാറിയിരിക്കൂ. ഞാൻ ശരിക്കുമുള്ള പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. പിന്നെ സ്പോൺസർഡ് ടാസ്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് നെഗറ്റീവോ പോസിറ്റീവോ പറയുമ്പോൾ അത് ഞാൻ പറയുമ്പോഴും താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോഴും അവരെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് ഇതുള്ളത് അവർ പറയും. മനസ്സിലായോ? ഏത് കണ്ടസ്റ്റൻ്റ് വേണം, ജിൻഡോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ശ്രീധു ആണെങ്കിലും അർജുൻ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും പറയാനുള്ളത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അവരെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കമൻറ്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആരെ ഒന്നും പറയാൻ പാടില്ല, ജിൻഡോനെ ഒന്നും പറയാൻ പാടില്ല, ജാസ്മിനെ ഒന്നും പറയാൻ പാടില്ല, ശ്രീധു അർജുൻ കോംബോ അയ്യോ അതൊന്നും പറയാൻ പാടില്ല, അയ്യോ ഭയങ്കര ശുദ്ധത, അതൊന്നുമല്ല. അവർ പറയട്ടെ, അത് പ്രേക്ഷകരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അവർ പറയട്ടെ, അവർ താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ. അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരുപാട് പേര് അങ്ങനെ വന്ന് എന്നോട് പറയുന്നുണ്ട്, ചേച്ചി കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അറ്റാക്ക് വരുന്നു, അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ദയവ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ സമ്മതിക്കുക. ഓക്കെ. അപ്പോൾ ശ്രീധുവിൻ്റെ ആയിരുന്നു ഇന്ന്. ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി കേട്ടോ, ഇടയ്ക്ക് ഉറങ്ങിപ്പോയതല്ല, എനിക്ക് ഉറക്കം വന്നുപോയി. അതായത് ശ്രീധുവിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ശ്രീധുവിൻ്റെ ആത്മപരിശോധനയാണ്. ശ്രീധു ഇങ്ങനെ സംസാരിച്ച് കുറേ നീണ്ടങ്ങ് പോയി. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, വെരി ഗുഡ് ശ്രീധു, വെരി ഗുഡ്, വെൽ ഡൺ. അപ്പം ശ്രീധു ഇവിടെ തുറന്ന് തന്നെ പറയുന്നുണ്ട്. ശ്രീധുവിൻ്റെ ജേർണി നിങ്ങൾ ശ്രദ്ധിച്ചത് അറിഞ്ഞുകൂടാ. ഇങ്ങനെ അങ്ങ് പോവയാ, ഗോ വിത്ത് എ ഫ്ലോ. അത് വായിന്ന് തന്നെ വന്നു. ശ്രീധുവിൻ്റെ വായിന്ന് തന്നെ ശ്രീധു കണ്ണാടി നോക്കിയപ്പോൾ വന്നായിരുന്നു. ശ്രീധു ആദ്യം പറഞ്ഞത് ഗോ വിത്ത് ദ ഫ്ലോ, കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെ അങ്ങ് പോവയാ ഒഴുക്കിൽ. ലാംഗ്വേജ് ഇഷ്യൂ കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉണ്ട് പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരോട് പറയുമ്പോഴത് പുറത്ത് മക്കൾ മോശമായി എടുക്കുമോ അത് നല്ലതായി എടുക്കുമോ എന്ന് അറിയത്തില്ല. ടാസ്ക് തോറ്റാൽ സങ്കടമുണ്ടാകും. പുള്ളിക്കാരി പറഞ്ഞതെല്ലാം സിൻസിയർ ആയിട്ട് തന്നെ കേട്ടോ. ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് പേടിയാണ്, പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായി, പേര് പറയുന്നില്ല. എന്തിനാ ഇങ്ങനെ അകമേ വെച്ച് സംസാരിക്കുന്നത് ശ്രീധു? എന്തിനാണ്? നിങ്ങളുടെ കോംബോയ്ക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ, എന്നിട്ടും പേര് പറയാൻ എന്താ മടിക്കുന്നത്? ധൈര്യമില്ലാത്ത എന്താണ്? അപ്പോൾ ഒരു സൈഡിൽ നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തു ആരുമായിട്ട്, പക്ഷേ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ക്രിയേറ്റ് ചെയ്തു. ആരുമായിട്ട്? പറയൂ, പേര് പറയൂ. ധൈര്യം. ബിഗ് ബോസിന് വേണ്ടത് ആദ്യം ധൈര്യമാണ്. പേര് പറയുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ കമൻസ് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ 13th വീക്ക് വരെ ഇവിടെ എത്തി നിൽക്കുന്നു. എന്നെ പല കാര്യങ്ങളിലും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ. ഒരിതുണ്ടായിരുന്നു, ഭാഷാ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മാറി മുന്നേറി വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് എന്നെ അമ്മ അറിയാതെ എന്ന സീരിയൽ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇടയിൽ അമ്മ അറിയുന്ന സീരിയൽ എന്നെ ഏഷ്യനെറ്റാണ് കൊണ്ടുവന്നത്. പിന്നെ തീർച്ചയായിട്ടും എന്താണ് സംസാരിക്ക് ശ്രീധു എന്ന് സ്വന്തമായിട്ട് ശ്രീധു പറയുന്നുണ്ട്. സീരിയസ് ആയി എടുക്കുന്നില്ല ശ്രീധുവിനെ പലരും. അത് വളരെ കറക്റ്റാണ്. ശ്രീധുവിനെ അവിടെ ഒരു കോമ്പറ്റീറ്ററായിട്ട് പോലും ആരും കാണുന്നില്ല. അത് ശ്രീധുവിൻ്റെ ഫോൾട്ടാണ്. ക്യാപ്റ്റൻസി അടിപൊളിയായിട്ട് ചെയ്തു. ഇടയ്ക്ക് ശ്രീധുവിന് ഓർമ്മ വന്നേ. പിന്നെ കളത്തിൽ ഇറങ്ങിയാൽ ഞാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ടോപ്പ് 5 കാണില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ ഷോക്കാക്കണം എന്നും പറയുന്നുണ്ട്. ഞാൻ കറക്റ്റ് വെയിൽ പോകണം, സംസാരിക്കണം എന്ന് ശ്രീധുവിന് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഭയങ്കര പേടിയുണ്ട്. കാര്യങ്ങൾ പുള്ളിക്കാരി ഒരു ധൈര്യം വേണം. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിൽക്കണമെങ്കിൽ ഒരു ധൈര്യം വേണം. ആ ധൈര്യം ശ്രീധുവിന് അർജുനെ പേരെടുത്ത് പറയാൻ പോലും പറ്റുന്നില്ല. ചില കാര്യം ഉടനെ പോയി ഇരുന്നിട്ട് ഇതേ അർജുനോട് പോയി 2 മണിക്കൂർ സംസാരിക്കുകയാണ്. ക്രിഞ്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പൊങ്കാലിടാൻ വരല്ലേ, എനിക്ക് ഭയങ്കര ക്രിഞ്ചാ. എൻ്റെ അമ്മു, എനിക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോഴേ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല കേട്ടോ എന്താണെന്ന്. ഇതേ കമൻസ് തന്നെയായിരുന്നു ഹോട്ട്സ്റ്റാറിൻ്റെ കമൻറ്റ് ബോക്സിലും. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് സംസാരിച്ചത്. ശ്രീധുവിൻ്റെ അർജുൻ്റെയും എനിക്ക് ഫോഴ്സ്ഡായിട്ട് കഷ്ടപ്പെട്ടിരുന്നവർ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും ഫീൽ അവർ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ, നമ്മൾ ഒന്നിച്ച് നിന്നേ പറ്റൂ, നമ്മൾ ഒന്നിച്ച് നിന്നാലേ വോട്ട് കിട്ടൂ, ആ രീതിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഈവൻ ജബ്രി കോമ്പോയിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവർക്ക് പിന്നെ ഒരു സിങ്കുണ്ട്. പിന്നെ അവർ തമ്മിലൊരു മാച്ച് ഉണ്ട്. എവിടെയൊക്കെയോ സംസാരത്തിൽ അവർ സിങ്ക് ആവുന്നുണ്ട്, വർത്താനം പറയാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മറ്റേ വെറുപ്പിക്കലാന്നേ ഉള്ളൂ. മറ്റേ ഇതിലൊക്കെ വെറുപ്പിക്കലാന്നേ ഉള്ളൂ. അവർ സംസാരത്തിൽ നന്നായിട്ട് പോകുന്നുണ്ട് കണക്ട് ചെയ്തിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സംസാരത്തിന് എനിക്ക് മാത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ.
ഫാൻസുകാരെ അങ്ങോട്ട് മാറി ഇപ്പൊ വരും കേട്ടാ. എൻ്റെ അമ്മ അമ്പും വില്ലും കൊമ്പും മറ്റേ വാളും പരിചയമായിട്ട് ഇപ്പൊ കുറെ എണ്ണം വരും. എടീ നമ്മുടെ കോംബോയിനെ പറഞ്ഞോടി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുപോലെ ഞാൻ പറയും. അപ്പം എനിക്ക് അപ്പത്തേക്കും അപ്പം പറയും നിങ്ങൾക്കല്ലെങ്കിലും ഇഷ്ടമല്ല എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ പറയല്ലേ. എൻ്റെ ശ്രീധുവിന് വേണ്ടി ഞാൻ എത്ര വീഡിയോ ഇട്ടെന്നറിയാമോ? ശ്രീധുവിനെ തളർത്തരുത്, ശ്രീധുവിനെ ഞാൻ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് 4-5 വീഡിയോ ഇട്ടത്? എനിക്ക് ശ്രീധുവിനെക്കാട്ടി ഇഷ്ടം ശ്രീധുവിൻ്റെ അമ്മേനെയാണ്. കാരണം അമ്മ അത്ര റിയലായിട്ട് വന്ന് അമ്മേനെ പോലെ ശ്രീധു നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലായനെ. 5-ാമത്തെ ആഴ്ച ഔട്ടാരും കുഴപ്പമില്ല, ആൾക്കാർ ഓർത്തിരിക്കുന്നേ. ശ്രീധുവിൻ്റെ അമ്മേനെ നമ്മൾ മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല അമ്മേനെയൊന്നും. അത്ര റിയലായിട്ടുള്ള അമ്മയായിരുന്നു അത്. എത്ര ദിവസം നിന്നെന്നല്ല, എങ്ങനെ നിന്നെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അവിടെ പിടിച്ച് എൻ്റെ എല്ലാവരും എന്നെ വോട്ട് ചെയ്യണേ പിടിച്ച് എന്തിനാ അവിടെ നിൽക്കുന്നത്? ഉള്ള ദിവസം നിൽക്കുക. ചില ആൾക്കാരൊന്നും നമ്മൾ ജീവിതത്തിൽ മറക്കൂല, ഒരാഴ്ച നിന്നവരെ നമ്മൾ മറക്കത്തോലുമില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 6 1 മാസത്തിനകം ഔട്ടായ ആൾക്കാരെ ഒന്നും മറക്കൂല. രതീഷിനെ മറക്കുമോ? റോക്കിയെ മറക്കൂ നിങ്ങൾ? അത് പിന്നെ തീരെ തെറ്റിട്ടാണ് പോയത്, പക്ഷെ അതായത് മറക്കൂല. അടി കിട്ടിയ സിജോനെയും മറക്കത്തില്ല, മറക്കൂല. അമ്മാതിരി ഒരു ഇവന്റ് ആയിരുന്നു അത്. തെറ്റാണത്, മോശമാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു അതായിരുന്നു. പക്ഷെ കുറേ പേരുണ്ട്, നമ്മളിപ്പോൾ സിബിൻ മറക്കത്തില്ല, അതേപോലെ തന്നെ കുറേ പേരുണ്ട് നമ്മൾ മറക്കില്ല. ജാസ്മിൻ മറക്കുമോ? എൻ്റെ അമ്മോ, നെഗറ്റീവാണ്, മറക്കത്തില്ല. പക്ഷേ ഞാൻ പോസിറ്റീവ് രീതിയിൽ ആണ് പറയുന്നത് കേട്ടോ, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് രീതിയിൽ പറയാം. പക്ഷെ നിൽക്കണം, അല്ലാതെ ഇപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം അവളവിടെ എന്ത് നിന്നത്, ഒരു കോംബോ പിടിച്ച് നിന്ന് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പറയും. നിങ്ങൾ തന്നെ അടുത്ത വർഷം പുതിയ കോംബോ വരുമല്ലോ 7ാമത്തെ സീസണിൽ. അപ്പോഴ് അതൊക്കെ എന്ത് കോംബോ, ഇതാണ് കോംബോ. അവളെങ്ങനെ നിന്നത്, വെറുതെ അവൻ്റെ അടുത്ത് പോയി ഇരുന്ന് വോട്ട് കിട്ടി, ഇതാണ് ശരിക്കുള്ള കോംബോ എന്ന് നിങ്ങൾ തന്നെ പറയും. എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, എത്ര സീസൺസായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ ഇവർ പലപ്പോഴും ഫോഴ്സ് ചെയ്ത് എനിക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുവേ. അപ്പം എനിക്ക് ചിരിയും, എനിക്കാണെങ്കിൽ ഉറക്കം വന്നു. ഇതെന്താണ് വർത്താനം, ഇത് എവിടെയാണ് ഇത് തുടങ്ങിയത് കോൺവെർസേഷൻ, എന്താണ് സംഭവം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ശ്രീധുവിൻ്റെ അർജുൻ്റെയും കോമ്പോ പിന്നെയും കുഴപ്പമില്ല. ഇവർ തമ്മിൽ നിന്ന് ചർച്ച ചെയ്യുമ്പം എനിക്ക് ഒന്നുമേ മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കണ്ണടഞ്ഞ് ഇങ്ങനെ പോവും, കാര്യം ഒന്നും മനസ്സിലാവാത്തോണ്ടേ. അപ്പം താഴെ കമൻസ് വന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ, അപ്പോൾ അവിടെയും സെയിം കമൻസ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, എന്നെ പോലെ തന്നെ എല്ലാവർക്കും, ഇനി എനിക്ക് മാത്രമാണോ എന്നുള്ള തോന്നൽ. അപ്പം നോക്കുമ്പോൾ എല്ലാവരും ഇത് തന്നെ. അപ്പോൾ അതിൻ്റെ താഴെ ദേഷ്യം, നിങ്ങൾക്കൊന്നും അറിയില്ല അവരുടെ സംസാരം എന്താണെന്ന്. ഒരു കമൻറ്റ്, നമുക്ക് മാത്രമേ അറിയുള്ളൂ അവരെന്താ സംസാരിക്കണമെന്ന്. എന്നാൽ ഒന്ന് പറഞ്ഞു തരുമോ എന്താ സംസാരിക്കണമെന്ന്? ദേഷ്യം. അറിയാതെ കുറച്ച് പേര് കമൻ്റ് ഇട്ട് ഇവരെന്തുവാണേ സംസാരിക്കണം, ഒന്നും മനസ്സിലാവുന്നില്ല, ക്രിഞ്ചായിട്ടുണ്ടല്ലോ, ഇവരെന്തോന്നാണ് വർത്താനം പറയുന്നത്, ടോപ്പിക് എന്താണ്, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഫോഴ്സ് ചെയ്ത് വർത്താനം പറയുന്ന പോലെ ഉണ്ട്, എന്താണ്. അങ്ങനെ 4-5 കമൻറ്റ് വന്നപ്പോൾ ദേഷ്യം കുറച്ച് പേർക്ക്. അതുപോലെ താഴെ കിടന്ന് കമൻറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്കും വർത്താനം പറയണം, ഇഷ്ടപ്പെടാത്തവർക്കും കമൻറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് എടാ ദുഷ്ടന്മാരേ നമ്മുടെ ആളെ പറയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ അഭിപ്രായം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഭയങ്കര നല്ല ബെസ്റ്റ് കോംബോയാണ്, സൂപ്പർ കോംബോയാണ്, ഓക്കെ ശരി, ഇഷ്ടപ്പെട്ടോ. പക്ഷേ ഇഷ്ടമായി. ഇപ്പം ജിൻഡോ നല്ല പ്ലെയറാണ്, മൊണയനാണ്, ഓക്കെ ശരി. ജാസ്മിൻ നല്ല പ്ലെയറാണ്, അയ്യോ പിന്നെ കണ്ടാലും മതി, സ്വഭാവം ഒരിക്കലും കൊള്ളില്ല, പക്ഷേ അതും നല്ലത് ഇതും നല്ലത്. എല്ലാവർക്കും അഭിപ്രായം പറയാം. നിങ്ങൾ താഴെ വന്ന് കിടന്ന് നിങ്ങൾ അയ്യോ ഇതേ പറയാവൂ അതേ പറയാമെന്ന് ഞാൻ പറയാം. ആർക്ക് വേണം അവരുടെ അഭിപ്രായം പറയാം. അറ്റാക്ക് വരാതിരുന്നാൽ മതി, സൈബർ അറ്റാക്ക് ബുള്ളിങ്ങിലേക്ക് പോകാതിരിക്കുക. അഭിപ്രായം, വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ സ്പോൺസേർഡ് ടാസ്ക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്, ആറ്റംബർഗിൻ്റെ ടീം ആറ്റം, ടീം ബർഗ്. ടീം ആറ്റത്തിൽ ജിൻഡു, അർജുൻ, ജാസ്മിൻ, ശ്രീധു. ടീം ബർഗിൽ സായി, അഭിഷേക്, നോറ, ഋഷി, ഇത്രയും പേരാണ് ഉള്ളത്. അവിടെ സ്പോൺസർ ടാസ്ക് നടക്കുകയാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നോറയുടെ തിരിച്ചുവരവ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ആയിരിക്കും മണി ബാഗ്. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.